തെരഞ്ഞെടുപ്പ് നാമനിർദ്ദേശ പത്രിക കൊടുത്തു തുടങ്ങിയില്ല, വോട്ടിട്ടില്ല, വോട്ട് എണ്ണിയില്ല. പക്ഷേ പരാജയപ്പെട്ടു പോയ ഒരു രാഷ്ട്രീയവും പരാജയപ്പെട്ടു പോയ ഒരു നേതാവും ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് PV അൻവറാണ്. അതായത് PV അൻവർ ആർക്കെതിരെയാണോ ഈ വലിയ രാഷ്ട്രീയ പോരാട്ടം നടത്തിയത്, 2016 അത് ആര്യാടൻ കുടുംബത്തിനെതിരെ, അതിനുശേഷം ആര്യാടൻ ഷൗക്കത്തുമായി മത്സരിച്ച് ആര്യാടൻ ഷൗക്കത്തിനെയും തോൽപ്പിക്കുന്നു. സ്വന്തം കയ്യിലിരുന്ന മത്സരിച്ച് ജയിച്ച ആ MLA സ്ഥാനം എറിഞ്ഞു കളഞ്ഞിട്ട് അവിടെ പുതിയൊരു തെരഞ്ഞെടുപ്പിനുള്ള കളമൊരുക്കി. ഏറ്റവും അവസാനം അവിടെ സ്ഥാനാർത്ഥിയായി വരുന്നതാരാണ്? ആർക്കെതിരെ? അതായത് ആര്യാടൻ കുടുംബത്തിനെതിരെ പോരാടി ആര്യാടൻ കുടുംബത്തിലെ പിൻതലമുറക്കാരൻ, ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്തിനെ തോൽപ്പിച്ച അതേ ആര്യാടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ വന്നു. എന്നിട്ട് അവിടെ ഇപ്പോൾ ആര്യാടൻ ഷൗക്കത്ത് മത്സരിക്കുന്നു, അല്ലെങ്കിൽ ഏറ്റവും അവസാനം റിസൾട്ട് വരുമ്പോൾ ജയിച്ചാലും തോറ്റാലും എന്താണെങ്കിലും ഇതിനകത്ത് എനിക്കൊരു പ്രധാനപ്പെട്ട സ്വാധീനമുണ്ടെന്ന് വരുത്തി തീർക്കാനുള്ള സുവർണാവസരം പോലും കളഞ്ഞു കുളിച്ച നേതാവാണ് ശരിക്കും പറഞ്ഞാൽ PV അൻവർ. ഇത് PV അൻവറിന് ഒരു രാഷ്ട്രീയവുമില്ല, ഒരു തന്ത്രവുമില്ല. ശരിക്കും UDF ഇതിനകത്ത് എടുത്ത നിലപാടുണ്ടല്ലോ, UDF കോൺഗ്രസ് എടുത്ത നിലപാട്, നിങ്ങൾ ഒരുപാട് ഞങ്ങളോട് വിലപേശി ഞങ്ങളെ വിരട്ടാൻ നോക്കണ്ട എന്നുള്ള കാര്യത്തിൽ നിലപാടെടുത്ത്, അതിൽ തന്നെ പ്രതിപക്ഷ നേതാവ് ഒരുപാട് പഴി കേട്ടെങ്കിലും പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാട് എല്ലാം ശരിയായിരുന്നു. ഇപ്പോൾ ഒരുപക്ഷെ ഇത് PV അൻവർ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചാലോ അതല്ലെങ്കിൽ UDFനെ എതിർത്താലും തെരഞ്ഞെടുപ്പ് രംഗത്ത് ഒരുപക്ഷെ UDFന് തിരിച്ചടി ഉണ്ടാകുമായിരിക്കും. നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. തിരിച്ചടി ഉണ്ടായാൽ പോലും ചില നിലപാടുകൾ എന്ന് പറയുന്നത് അത് എടുക്കേണ്ട സമയത്ത് എടുക്കേണ്ടതാണ്, എടുക്കേണ്ടവരോട് എടുക്കേണ്ടതാണ് എന്ന് കാണിക്കുക കൂടി ചെയ്യേണ്ടതാണ്.